നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇനി 2-3 മാസങ്ങളിലായിട്ട് വരുന്ന പരീക്ഷകളിലെല്ലാം തന്നെ ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതുവാൻ സാധിക്കും എന്ന ഒരു സാഹചര്യങ്ങൾ, ഒരുപക്ഷെ അച്ഛനമ്മമാരുടെ പ്രാർത്ഥനകളും ധാരാളം പഠിക്കാനുള്ളൊരവസരം കഴിഞ്ഞ 6-7 മാസമായിട്ട് ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലും ആയിരിക്കാം. എന്തായാലും ആശ്വാസമേകുന്നൊരു ഘടകങ്ങളാണ് വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും ഏതെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ട് ഗവൺമെൻറ്റിലേക്ക് പദ്ധതികൾ സമർപ്പിക്കുക, പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുക, ഇവയിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും സാധ്യതയുണ്ട്. ജോലിയോട് ബന്ധപ്പെട്ട് ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയോടൊപ്പം തന്നെ ഹ്രസ്വകാല പാഠ്യപദ്ധതികൾ ചെയ്യാനൊരവസരം, ഇതൊക്കെ തന്നെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു മേലധികാരി സ്ഥാനത്തിനോടുകൂടിയതായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വല്പം 6-7 മാസം സ്വല്പം അതിൻ്റെ ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഗൃഹത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകും. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധ്യതയുണ്ട്. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ അമ്മയ്ക്ക് പല പ്രകാരത്തിലും അസുഖങ്ങൾ വന്നു ചേരുന്നത് വഴി ദൂരദേശത്ത് നിന്നും ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ആജ്ഞാനുവർത്തികളിൽ നിന്നും, അതായത് സഹപ്രവർത്തകരിൽ നിന്നും കീഴ് ജീവനക്കാരിൽ നിന്നും വളരെ നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും ചില തീരുമാനങ്ങളും വന്നു ചേരുന്നത് വഴിയും, അതായത് ഭാവിയിലേക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് സർവാത്മന സ്വീകരിക്കുവാൻ സാധ്യതയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴിയും കഴിഞ്ഞ 8-9 മാസമായിട്ട് ഔദ്യോഗികമായിട്ടും തൊഴിൽപരമായിട്ടും മേഖലകളിലും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടും ഉയർച്ചകൾ ഉണ്ടാകുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാവുകയും കൂടുതൽ സൗകര്യമുള്ളൊരു ഗൃഹം വാങ്ങിക്കുവാനായിട്ടോ ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുവാനായിട്ടോ ഒരു തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഒരു 2 കൊല്ലത്തെ പദ്ധതിയാണ്. എന്നിരുന്നാൽ പോലും തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന പലർക്കും കഴിഞ്ഞ വർഷങ്ങളായിട്ട് അപേക്ഷകൾ നൽകിയതിൽ, സ്ഥിരതാമസത്തിനുള്ളൊരു അപേക്ഷ നൽകിയതിൽ അനുകൂലമായിട്ടുള്ളൊരു അനുമതി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. ഉപരിപഠനത്തിന് വിദേശത്ത് എത്തിച്ചേർന്ന പലർക്കും ഫെബ്രുവരി മാസത്തിൽ കോഴ്സൊക്കെ കഴിയും. സ്വല്പം ഒരു മാനസികമായിട്ടുള്ളൊരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു. അതായത് ജോലി കിട്ടുമോ, ആ രാജ്യത്തിൽ തന്നെ ജോലി കിട്ടുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ആ രാജ്യത്ത് തന്നെ താൽക്കാലികമായിട്ടുള്ള ജോലി കിട്ടുവാനും 3 മാസത്തിന് ശേഷം സ്ഥിരപ്പെടുത്തും എന്ന ധാരണയോടുകൂടിയതായുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. പലപ്പോഴും നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം മേലധികാരികളെയോ ഉടമസ്ഥരെയോ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് ജനഹിതമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വഴി പ്രതീക്ഷിച്ചതൊരു വിജയം കൈവരിക്കാനിടയുണ്ട്. ഇതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ കഴിഞ്ഞ 8-9 മാസമായിട്ട് അതിൻ്റെ തുടക്കം കുറിച്ചിരുന്നു. പല കാര്യങ്ങളിലും ഒരു ധ്രുവീകരണം വേണ്ടിയിരുന്നു. എന്നിരുന്നാൽ പോലും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. പലപ്പോഴും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കാൻ ഒരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥാവിശേഷം വന്നു ചേരുന്നത് വഴി ഏതൊരു മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. അത് അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു സമത്വ വീക്ഷണം, എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള സമീപനം ഉണ്ടാകുവാനും ഇടയുണ്ട്. അർപ്പണ മനോഭാവത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. സുതാര്യതയുള്ള സമീപനത്താൽ
അഴിമതി ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാകുന്നത് വഴി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളൊക്കെ നടത്തുവാൻ അവസരം വന്നു ചേരും. സുഹൃത്ത് മുഖാന്തരം മറ്റൊരു രാജ്യത്തിൽ ഒരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട്. അർദ്ധമനസ്സോടുകൂടിയാണ്. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ സാധിക്കുകയില്ല 1.5 വർഷത്തേക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും അനുകൂലമായിട്ടുള്ള വിളവെടുപ്പും വന്നു ചേരുന്നത് വഴി ജോലിയോടൊപ്പം ഈ ഒരു പാത തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കത്തക്ക വിധത്തിൽ ധാരാളം പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമാകും വിധത്തിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാനുമുള്ളൊരവസരം വന്നു ചേരും. പൊതുവെ എല്ലാ പ്രകാരത്തിലും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ജോലിപരമായിട്ടും കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ടും കുടുംബപരമായിട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനാണ് ചോതി നക്ഷത്രക്കാർക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നത്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് അനുബന്ധ സ്ഥാപനം തുടങ്ങുന്നതിനുള്ള അനുമതി തേടുന്നത് വഴി കുറച്ച് പണം മുതൽ മുടക്കേണ്ടി വരും 5-6 മാസത്തേക്ക്. എന്നിരുന്നാൽ പോലും 2 വർഷത്തിന് ശേഷം ഇതിൽ നിന്നും പ്രതിഫലം ലഭിക്കും എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി പലപ്പോഴും ആധുനിക സംവിധാനം അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഇങ്ങനെ അവസരത്തിന് മുതിരുവാനും അതിനുള്ള തുടക്കം കുറിക്കുവാനും സാധ്യതയുള്ളത്. വിദേശത്ത് നിന്നും തിരിച്ചു വന്ന പലർക്കും ജോലിപരമായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള വ്യവസായങ്ങളോ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ വിപരീതമായിട്ടുള്ള അനുഭവം വന്നു ചേരുന്നത് വഴി ഇനിയും നഷ്ടകഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ തിരികെ മറ്റൊരു രാജ്യത്തിലേക്ക് ജോലി അന്വേഷിച്ച് പോകുവാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. പ്രവർത്തന ശൈലിയിൽ പൊതുവെ വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നത് വഴി നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ഒരു പക്ഷേ മേലുദ്യോഗസ്ഥൻ്റെ കൃത്യമായുള്ളൊരു കർമ്മ പദ്ധതി പോലും ഇതിന് ഉപകരിക്കുവാൻ ഇടയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. സാമ്പത്തിക ദുരുപയോഗം ചെയ്യുന്ന മക്കൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം നൽകുവാനായിട്ട് ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശം തേടുവാനിടയുണ്ട്. അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തിനെ അഭയം പ്രാപിക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശ ഉപരിപഠനത്തിന് കഴിഞ്ഞ 6-7 മാസമായിട്ട് അതിന് പരിശ്രമിക്കുന്നു. ആദ്യം ഒരു നിരസിച്ചുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ പുനരപേക്ഷയെ നൽകിയതിൽ അനുകൂലമായിട്ടൊരു അനുമതി ലഭിക്കുവാനിട വരും. ഒരു പക്ഷേ ഫെബ്രുവരി മാസത്തിലെ അധ്യയന വർഷത്തിൽ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ആയതിനാൽ സെപ്റ്റംബർ മാസത്തിൽ പ്രവേശനം ലഭിക്കും എന്ന ഒരു ധാരണയോടുകൂടി അതിനുള്ള അനുമതി സ്വീകരിക്കാൻ ഇടവരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാനിടയുണ്ട്. സഹപ്രവർത്തകരോടൊപ്പം മാർച്ച് മാസത്തിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും പ്രസ്ഥാനത്തിന് കൂടുതൽ പദ്ധതികൾ ലഭിക്കുന്നതിനാലും മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായുള്ള പദ്ധതികളായതുകൊണ്ടും ഒരു പക്ഷേ ഈ യാത്രകളെല്ലാം തന്നെ ഏപ്രിൽ മാസത്തിലേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. നിലവിലുള്ള തണുപ്പ് രാജ്യത്ത് നിന്നും പിന്മാറിയിട്ട് സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് അപേക്ഷകൾ നൽകുവാൻ, ജോലിക്ക് അപേക്ഷകൾ നൽകുവാനോ സകുടുംബം മാറി താമസിച്ചുകൊണ്ട് ജോലി അന്വേഷിക്കാൻ തക്കവണ്ണമുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ വളരെ ആശ്വാസവും ആത്മാഭിമാനവും ഉണ്ടാകുവാനിടയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും അനുവർത്തിക്കുന്ന കാര്യങ്ങളിൽ കുറ്റങ്ങളും കുറവുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്
ധ്രുവീകരിക്കുവാൻ സ്വയമേവ മാനസികമായി തയ്യാറെടുക്കുന്നതും കുറച്ചൊരു അധ്വാനം വേണ്ടി വരുന്നതിനാൽ അതെല്ലാം തന്നെ വേണ്ടപ്പെട്ടവരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഉന്നത പദവിയിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള അവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. സമാന ചിന്താഗതിയിലുള്ളവരുമായിട്ടും ഉൾപ്പെട്ടും കൊണ്ട് പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുവാൻ തീരുമാനിക്കും. ഒരു പക്ഷേ കർഷകരുടെ സഹായ സഹകരണവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം അന്യനാട്ടിൽ താമസിക്കുന്ന പലർക്കും ജന്മനാട്ടിലെ വന്നിട്ട് ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം വന്നു ചേരും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആത്മപ്രഭാവത്താൽ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കം. ഡിസംബർ മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായുള്ള പല പദ്ധതികളും ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ തക്കവണ്ണം കൂടുതൽ ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് അതൊരു പൂർത്തീകരിക്കേണ്ട ഒരവസ്ഥ വന്നു ചേരുവാനിടയോ വരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ പരമാവധി പൂർണ്ണതയിലെത്തിയിട്ട് മാത്രമേ ചെയ്യാവൂ. അല്ലാത്ത പക്ഷം പരാജയം സംഭവിക്കുവാൻ ഇടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം ഉണ്ടാകും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നിന്നും നേട്ടം വളരെ കുറവുള്ളത് കൊണ്ട് വ്യവസായം മറ്റൊരാൾക്ക് കൈമാറിക്കൊണ്ടോ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടോ വ്യാപാര മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദേശത്ത് വ്യാപാര മേഖലയിൽ ജോലി ചെയ്യുന്ന പലർക്കും ഇനിയൊരു പ്രസ്ഥാനത്തിൻ്റെ നിശ്ചിത ശമ്പളവും ലാഭശതമാന വിഹിതവും ലഭിക്കത്തക്ക വിധത്തിലൊരു ജോലിക്ക് മാറുവാൻ അവസരം, ശമ്പളം സ്വല്പം കുറയും, എന്നിരുന്നാൽ പോലും പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ലാഭശതമാന വിഹിതം ലഭിക്കത്തക്ക വിധത്തിലായതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടവരും. ഉത്സാഹവും ഉന്മേഷവും വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുന്നത് വഴി എല്ലാ പ്രകാരത്തിലും സമാധാനം, സ്വസ്ഥത എന്നിവ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ശുഭചിന്തകളോടുകൂടി എല്ലാവർക്കും പ്രത്യേകിച്ച് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രയത്നിക്കാനുമുള്ളൊരവസരം ഈ വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. നമസ്കാരം.